നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഇപ്പോഴും നമുക്കൊരു വാക്യം ധ്യാനിക്കാം. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിന്നെ വലിയ ഒരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് നിന്നെ ഒരു വലിയ ജാതിയാക്കും, വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. കർത്താവ് നമ്മുടെ പേര് വലുതാക്കുന്ന ഒരു കർത്താവ്. അതുപോലെ ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നമ്മളെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേർ വലുതാക്കും, പിന്നെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മളൊരു അനുഗ്രഹമായിരിക്കും. മറ്റുള്ളവർക്കും നമുക്കും ഒരു അനുഗ്രഹമായി പാത്രമാക്കി തീർക്കുന്ന കർത്താവ്, നമ്മളെ ഒരു അനുഗ്രഹമാക്കി തീർക്കുന്ന ഒരു കർത്താവ്. എത്ര നല്ല വാക്യം! നമ്മുടെ പേര് വലുതാക്കുന്ന കർത്താവ്. ഞാൻ എൻ്റെ 6-ാം ക്ലാസ്സിൽ സ്കൂളിൽ ചെന്നപ്പോൾ പ്രാർത്ഥിച്ചു, കർത്താവേ നിൻ്റെ വചനം ഘോഷിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ക്രിസ്ത്യൻ സ്കൂളായതുകൊണ്ട് എനിക്ക് ക്രിസ്ത്യൻ അറ്റ്മോസ്ഫിയർ എനിക്ക് ലഭിച്ചു. അത് കാരണം ഞാൻ അപ്പോഴും കർത്താവിനെ വിളിച്ചിട്ട് ഞാൻ പേഴ്സണലായി ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ പേര്, കർത്താവേ നിൻ്റെ മകൾ ആയി ജീവിപ്പാൻ എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥിച്ച ചെറിയ പ്രാർത്ഥനകൾ പോലും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി തരുന്നു. ചെറുതും വലുതുമായ പ്രാർത്ഥനയ്ക്ക് കർത്താവ് നൽകി തരുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെ ദൈവം ഉത്തരം തരുന്ന കർത്താവാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കിയാൽ ഇന്ന് അങ്ങനെയാണോ അല്ല, ഇന്നത്തെ ജനറേഷൻ നിൽക്കുന്നത് നോക്കിയാലല്ല. അത് കാരണം നമ്മൾ മാതൃകയായി നിൽക്കാൻ എൻ്റെ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നിൻ്റെ പേര് വലുതാക്കും, നിന്നെ ഒരു ജാതിയാക്കും, നിന്നെ വലിയൊരു ജാതിയാക്കും, അതുപോലെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മളൊരു അനുഗ്രഹപാത്രമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. അനുഗ്രഹമാക്കി തീർക്കാം. നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ ഗുരുക്കന്മാർക്ക്, നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളെ ഗൈഡൻസ് കൊടുക്കുന്നവർക്ക്, അവർക്ക് മുൻപാകെ നമ്മൾ ഒരു അനുഗ്രഹപാത്രമായി തീരുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ പേര് വലുതാക്കുന്ന ഒരു കർത്താവ്. നമ്മൾ കുറുകിപ്പോയി നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ കുറുകി നിൽക്കുമ്പോൾ കർത്താവ് പറയും, നിൻ്റെ പേര് ഞാൻ വലുതാക്കും എന്ന് കർത്താവ് പറയുന്നു. ആ ദൈവം ഇന്നും ജീവിക്കുന്നു. എത്ര നല്ല കർത്താവ്! നമ്മളെ ഒരു വലിയ ജാതി ആക്കുന്ന ഒരു കർത്താവ്. അബ്രാഹാമിനെ അനുഗ്രഹിച്ച കർത്താവ്, ഇസാക്കിനെ അനുഗ്രഹിച്ച കർത്താവ്, യാക്കോബിനെ അനുഗ്രഹിച്ച കർത്താവ്, ഇസാക്ക് ദാവീദിനെ അനുഗ്രഹിച്ച കർത്താവ്, ശലോമോനെ അനുഗ്രഹിച്ച കർത്താവ്, നെഹമ്യാവിനെ അനുഗ്രഹിച്ച കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ, ദൈവം യേശു പക്ഷെ നമ്മുടെ കൂടെയുണ്ട്. എപ്പോഴും നമ്മളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിക്കുന്ന കർത്താവിൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചെടുക്കുവാൻ ദിവസങ്ങളിൽ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഉൽപ്പത്തി 12-ാം അധ്യായം 2-ാം വാക്യം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിൻ്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നമ്മളൊരു അനുഗ്രഹമായിരിക്കുവാൻ കർത്താവ് നമ്മളെ ആഗ്രഹിക്കുന്നു. ചില കാലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾക്ക് അനുഗ്രഹം കിട്ടാത്ത പോലെ തോന്നും. മറ്റുള്ളവർക്ക് കിട്ടാതെ എങ്ങനെയാണ് നീ ഒരു അനുഗ്രഹമായിരിക്കുന്നു എന്ന വാക്യമാണ്. നമ്മൾ അനുഗ്രഹമായിരിക്കുന്നത് കൊണ്ടാണ് മറ്റുള്ളവർക്കും അനുഗ്രഹം. ദ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. യു വിൽ ബി എ ബ്ലെസ്സിങ്, യു ഷാൽ ബി എ ബ്ലെസ്സിങ്, യു വിൽ ബി എ ചാനൽ ഓഫ് ബ്ലെസ്സിങ്. ആ ബ്ലെസ്സിങ് ആയിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വാക്യം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ ഈ വാക്യം ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് നമ്മളെ പുലർത്തും. കർത്താവ് നമ്മളെ വലിയൊരു ജാതിയാക്കും, നമ്മുടെ പേര് വലുതാക്കും, നമ്മളെ ഒരു അനുഗ്രഹമായിരിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കും. ആമീൻ, ആമീൻ.